യുവത്വകാലത്ത് നീ അല്ലാഹുവിനെ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനാകണം, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നവനാകണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നീ പ്രവർത്തിക്കുന്നവനാകണം, ദീനീ ഖിദ്മത്ത് ചെയ്യുന്നവനാകണം. അതുപോലെ തന്നെ ഒരു ഹറാമിലും നീ പെട്ടുപോകരുത് കേട്ടോ. ചതിക്കുഴികൾ അധികരിച്ച കാലമാണ്. പെൺകുട്ടികളെ, ഓ യുവാക്കളെ, ഹറാം ചെയ്യുന്ന സ്വഭാവമുണ്ടോ? അല്ലാഹുവിൻ്റെ നരകം നിങ്ങൾ പ്രതീക്ഷിച്ചോ? റബ്ബ് കാണുന്നുണ്ടെന്ന ബോധം വേണം കേട്ടോ. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണിൻ്റെ കട്ടുനോട്ടം അറിയുന്നവൻ അല്ലാഹുവാണ്. അതുപോലെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നവനാണ് അല്ലാഹ്. ആര് കണ്ടില്ലെങ്കിലും ആര് അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു റബ്ബുണ്ട്, അറിയുന്ന ഒരു നാഥനുണ്ട്. നമ്മുടെ കണ്ണിന് കാഴ്ച തന്നവൻ അവനാണ്. കണ്ണിന് കാഴ്ചയില്ലാത്തവനെ കണ്ടിട്ടില്ലേ? അവൻ്റെ കണ്ണിന് കാഴ്ച ഇല്ലാതാക്കിയതും അല്ലാഹുവാണ്. നമ്മുടെ കണ്ണിന് കാഴ്ച തന്നതും അല്ലാഹുവാണ്. കിഡ്നി രോഗിക്ക് രോഗം കൊടുത്തവൻ അല്ലാഹുവാണ്. നമ്മുടെ കിഡ്നിക്ക് ആരോഗ്യം തന്നതും അല്ലാഹുവാണ്. ക്യാൻസർ രോഗിയെ ക്യാൻസർ രോഗിയാക്കിയത് അല്ലാഹുവാണ്. അതേ റബ്ബാണ് നമുക്ക് അല്ലാഹു ആരോഗ്യം തന്നിട്ടുള്ളത്. കൈയും കാലുമില്ലാത്തവനെ കണ്ടിട്ടില്ലേ? അതവനാക്കിയത് അല്ലാഹുവാണ്. അതേ റബ്ബാണ് നമുക്കും കൈയും കാലും തന്നത്. നമ്മൾ വലിയ ഔലിയാക്കളായിട്ടല്ല, നമ്മൾ വലിയ നിസ്കാരക്കാരായിട്ടല്ല, നമ്മൾ വലിയ നല്ല മനുഷ്യന്മാരായത് കൊണ്ടല്ല. അത് അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ്. ഈ കണ്ണുകൊണ്ട് നീ എന്ത് നോക്കുന്നുണ്ട് എന്ന പരീക്ഷണമാണ്. കാതുകൊണ്ട് നീ എന്ത് കേൾക്കുന്നുണ്ട് എന്ന പരീക്ഷണമാണ്. കൈകൊണ്ട് നീ എന്ത് ചെയ്യുന്നു എന്നുള്ള പരീക്ഷണമാണ്. നിന്റെ ശരീരം കൊണ്ട് നീ എന്ത് ചെയ്യുന്നു എന്ന പരീക്ഷണമാണ്. നിന്റെ കിഡ്നി തന്നിട്ടും നിനക്ക് ആരോഗ്യം തന്നിട്ട് നീ എത്ര അമൽ ചെയ്യുന്നു എന്നുള്ള പരീക്ഷണമാണ് അല്ലാഹു നടത്തുന്നത്. ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകരുത്, നമ്മൾ വിജയിക്കുന്നവരാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നു, ഇതാര് കണ്ടില്ലെങ്കിലും ഇതെല്ലാം തന്ന ഒരു രാജാവ് കാണുന്നുണ്ട്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അവൻ ഉറങ്ങുന്നില്ല, അവന് ഉറക്കമില്ല, തൂങ്ങിയുറക്കമില്ല. എല്ലാം കാണുന്നവനാണ് അല്ലാഹ്. എല്ലാം അറിയുന്നവനാണ് അല്ലാഹ്. മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് നീ സംസാരിക്കുന്നുണ്ടോ, ഒരു പ്രവർത്തനം നീ ചെയ്യുന്നുണ്ടോ, റഖീബ് അതീദ് മലക്കുകളെ എഴുതിയിട്ടല്ലാതെ ഒരു വാക്ക് നീ സംസാരിക്കുന്നില്ല, ഒരു പ്രവർത്തനം നീ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം എഴുതി വെക്കുന്നുണ്ട്. ആ എഴുതി വെച്ച കിതാബ് സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ ഓതുന്നില്ലേ? അതിൽ പറയുന്നില്ലേ, നാളെ മഹ്ശറയിലെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ കിതാബുകൾ നൽകപ്പെടുന്നു. ആ കിതാബ് കയ്യിൽ തന്നിട്ട് വായിക്കാൻ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അത് വായിച്ചിട്ട് പറയും, മാലി ഹാദൽ കിതാബ്, ഇതെന്ത് കിതാബാണ് റബ്ബേ, ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഞാൻ ചെയ്ത ഒരു ചെറുതോ വലുതോ ഒന്നും ഇതിൽ വിട്ടുപോയിട്ടില്ല, എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരികളെ, ആര് കണ്ടില്ലെങ്കിലും കാണുന്ന ഒരു റബ്ബുണ്ട്, അവനാണ് അല്ലാഹ്. സോഷ്യൽ മീഡിയ അധികരിച്ച കാലമാണ്. കുറേ ചതിക്കുഴികളുള്ള കാലമാണ്. ഹറാമിൻ്റെ ബന്ധങ്ങൾ വേണ്ട. ചെറുപ്പക്കാരാ, അന്യ പെണ്ണിനോട് മിസ് കോളും മെസ്സേജും വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒരു ബന്ധവും വേണ്ട. പെൺകുട്ടികളെ, അന്യ പുരുഷനോട് ഹറാമിൻ്റെ ബന്ധങ്ങൾ വേണ്ട. അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. ആ ചങ്ങാതിമാര് മുഴുവനും നിന്നെ നരകത്തിലേക്ക് എത്തിക്കാനുള്ളതാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ലേ, അൽ ഖബീസാതു ലിൽ ഖബീസീൻ
വൽ ഖബീഥൂന ലിൽ ഖബീസാത്ത്. മോശം ചെയ്യുന്ന പുരുഷന്മാര് മോശം ചെയ്യുന്ന സ്ത്രീകൾക്കുള്ളവരാണ്. മോശം ചെയ്യുന്ന സ്ത്രീകളോ മോശം ചെയ്യുന്ന പുരുഷന്മാർക്കുള്ളവരാണ്. ഓ ചെറുപ്പക്കാരാ, നിന്നോട് ഹറാമിൻ്റെ ഒരു ബന്ധം പുലർത്തുന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? ഹറാമിൻ്റെ ചാറ്റ് ചെയ്യുന്ന വാട്സപ്പിലൂടെ ഹറാമിൻ്റെ ബന്ധം സ്ഥാപിക്കുന്ന ഒരു പെണ്ണ് നിനക്കുണ്ടോ? നീ മനസ്സിലാക്കണം, നിന്നോട് ഹറാമായ നിലക്ക് ബന്ധം സ്ഥാപിച്ചതുപോലെ അവൾ മറ്റൊരുത്തനോടും ഹറാമിൻ്റെ ബന്ധം സ്ഥാപിക്കുന്നുണ്ടെന്ന ബോധം വേണം. നിന്നോട് മാത്രമല്ല, അവൾ മറ്റൊരുത്തവനോടും ഹറാമിൻ്റെ ബന്ധം സ്ഥാപിക്കുന്നു. പെൺകുട്ടികളെ, നിന്നോട് ഏതെങ്കിലും ഒരു പുരുഷൻ 4 പഞ്ചാര വാക്ക് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ്റെ പഞ്ചാര വാക്കിൽ നീ പെട്ടുപോകുന്നുണ്ടോ? ഹറാമിൻ്റെ ബന്ധം നിന്നോട് ഏതെങ്കിലും ഒരു പുരുഷൻ പുലർത്തുന്നുണ്ടോ? നീ മനസ്സിലാക്കണം, അവൻ ഇതുപോലെ മറ്റു കുറേ പെൺപിള്ളരെയും ഇതുപോലെ ബന്ധം പുലർത്തുന്നവനാണ്. ഇത് ഖുർആൻ പറഞ്ഞതാണ്. അൽ ഖബീസാതു ലിൽ ഖബീസീൻ. മോശം ചെയ്യുന്ന പെണ്ണുങ്ങൾ മോശം ചെയ്യുന്ന പുരുഷന്മാർക്കുള്ളതാണ്. മോശം ചെയ്യുന്ന പുരുഷന്മാരെ മോശം ചെയ്യുന്ന സ്ത്രീകൾക്കുള്ളതാണ്. അതുകൊണ്ട് ഒരു ഹറാമിൻ്റെ ബന്ധത്തിലും നിങ്ങൾ പെട്ടുപോകരുത് കേട്ടോ. ആ ഹറാമിൻ്റെ ബന്ധങ്ങൾ വേണ്ട, വ്യഭിചാര പ്രവർത്തനങ്ങൾ വേണ്ട, നരകത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് സർവ്വ ഹറാമിൻ്റെ ബന്ധങ്ങളും നിർത്തിയിട്ട് നന്നായി എല്ലാം തന്ന റബ്ബിലേക്ക് മടങ്ങി മനസ്സ് നന്നായി ജീവിക്കുക. അതുപോലെ തന്നെ ചെറുപ്പക്കാരെ, ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടു പോകരുത് കേട്ടോ. ഇന്ന് ലഹരി അധികരിക്കുന്ന കാലമാണ്. കള്ളും കഞ്ചാവും അതുപോലെ തന്നെ കുറേ പുതിയ പേരിൽ വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ വർദ്ധിച്ച കാലമാണ് കേട്ടോ. ഒരു ലഹരിയുമായി ഒരു മനുഷ്യനും ബന്ധപ്പെട്ടു പോകരുത്. അത് അല്ലാഹു പൊരുത്തപ്പെട്ടതല്ല കേട്ടോ. അത് വലിയ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് കേട്ടോ. ചെറുപ്പക്കാരെ, ലഹരിയുമായി ബന്ധപ്പെട്ടു പോകരുത് കേട്ടോ. കാരണം ഈ ലഹരിയുണ്ടല്ലോ, എല്ലാ തെറ്റിൻ്റെയും ഉമ്മയാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇജ്തനിബൂ ഉമ്മൽ ഖബായിസ്. എല്ലാ തെറ്റിൻ്റെയും ഉമ്മയെ നിങ്ങൾ ഒഴിവാക്കണേ. എന്താണ് തെറ്റിൻ്റെ ഉമ്മ എന്ന് പറയാൻ കാരണം? സർവ്വ തെറ്റും സംഭവിക്കുന്നത് ഈ ലഹരിയിൽ നിന്നാണ്, മദ്യപാനത്തിൽ നിന്നാണ്, ഈ കഞ്ചാവിൽ നിന്നാണ്. അതൊരാൾ ഉപയോഗിക്കുന്നുണ്ടോ അവൻ ഏത് തെറ്റ് ചെയ്യാനും തയ്യാറാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇജ്തനിബൂ ഉമ്മൽ ഖബായിസ്. സർവ്വ തെറ്റിൻ്റെയും ഉമ്മയെ നിങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു സംഭവം പറയുകയാണ്. പഴയ കാലഘട്ടത്ത് ഒരു സൂഫിയായ നല്ല ഒരു ആബിദായ മനുഷ്യനുണ്ടായിരുന്നു. നല്ല സൂഫിയായ മനുഷ്യനാണ്. ആ മനുഷ്യൻ അല്ലാഹുവിനെ ഇങ്ങനെ ആരാധിച്ച് ജീവിക്കുന്ന വലിയൊരു നല്ല മനുഷ്യനാണ്. ആ നാട്ടിലെ ഒരു വലിയ സ്ത്രീ, ഒരു പെണ്ണ് വന്നുകൊണ്ട് ആ സ്വാലിഹായ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ആ സൂഫിയായ മനുഷ്യൻ ചോദിച്ചു, എന്ത് ഉപകാരമാണ് ഞാൻ ചെയ്യേണ്ടത്? ആ മനുഷ്യനോട് പെണ്ണു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഒരു സ്ഥലം കച്ചവടത്തിന് വേണ്ടി സാക്ഷി നിൽക്കണം. നിങ്ങൾ സാക്ഷി പറയണം. നല്ല കാര്യത്തിന് സാക്ഷി പറയുന്നത് സുന്നത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല കാര്യത്തിനല്ലേ സാക്ഷി പറയേണ്ടത്. അതിന് സമ്മതിച്ചു. അപ്പൊ പെണ്ണ് പറഞ്ഞു, ഞാൻ ആളെ വിടാം. ആളെ വിട്ടപ്പോൾ നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ വീട്ടിൽ പോയി പെണ്ണ് ആളെ വിട്ടു. അതാ ആ സൂഫിയായ മനുഷ്യൻ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പോയപ്പോൾ വീട്ടിലേക്ക് കയറിയപ്പോൾ വാതിലടച്ചു. വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുപോയി വാതിലടച്ചു. അങ്ങനെ 3ാമത്തെ റൂമിൻ്റെ അകത്ത് കൊണ്ടുപോയി വാതിലടച്ചിട്ട് ഈ സൂഫിയായ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിച്ചത് എൻ്റെ ഒരു കാര്യത്തിന് സാക്ഷി പറയാനല്ല.
ഞാൻ വിളിച്ചത് എൻ്റെ ആവശ്യമെന്ന് നിങ്ങൾ പൂർത്തിയാക്കി തരണം, അഥവാ വ്യഭിചാരത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. ആ സമയത്ത് ആ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹ്, വ്യഭിചാരം വലിയ തെറ്റാണ്, ഞാനത് ചെയ്യൂല, എന്നെ കൊണ്ടത് സാധ്യമല്ല. അങ്ങനെ അതിൽ നിന്ന് പിന്മാറിയപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടി എനിക്ക് വലിയ ശല്യമാണ്, ആ കുട്ടിയെ നിങ്ങളൊന്ന് കൊന്നുകളയണമെന്ന് പറഞ്ഞു. ആ പെണ്ണിനോട് ഈ ശൈഖ് പറഞ്ഞു, മഹാൻ പറഞ്ഞു, കൊല എന്നുള്ളത് വലിയ വൻകുറ്റങ്ങളിൽ പെട്ടതാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ കൊല നടത്തൂല, എന്നെ കൊണ്ടത് സാധ്യമല്ല. ആ പെണ്ണ് പറഞ്ഞു, എന്നാൽ മൂന്നാമത്തൊരു കാര്യമുണ്ട്, ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, അവിടെ പാത്രത്തിൽ ഒരു മദ്യമുണ്ട്, കള്ളുണ്ട്, അതിൽ നിന്ന് ഒരു കോപ്പ കള്ള് നിങ്ങൾ കുടിക്കണം, എന്നാ നിങ്ങൾ ഇവിടെ നിന്ന് പോകാം. ആ സമയത്തും മഹാൻ പറഞ്ഞു, മദ്യം അത് വലിയ ഹറാമാണ് കഴിക്കല്, അത് മനുഷ്യനല്ലാതാക്കുന്നതാണ്, അതുകൊണ്ടൊരിക്കലും ഞാൻ മദ്യം തൊടൂല, ഈ ഒരു ലഹരി തൊടൂല. ആ പെണ്ണ് പറഞ്ഞു, ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് വലിയ നിലക്ക് ഞാൻ ശബ്ദമുണ്ടാക്കും, നാട്ടുകാർ മുഴുവനും ഓടി വരും, ഞാനപ്പം പറയും വലിയ ശൈഖാണ്, മഹാനാണെന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ വ്യഭിചാരത്തിന് ഉപയോഗിക്കാൻ വേണ്ടി, ശല്യം ചെയ്യാൻ വേണ്ടി വന്നവനാണെന്ന് നാട്ടുകാരോട് ഞാൻ പറയും, ആളുകൾ നിങ്ങളെ തല്ലിക്കൊല്ലും. ഈ സമയത്ത് മഹാന് ഒരു നിർവാഹവുമില്ല. ആ മഹാൻ വല്ലാതെ വേദനിച്ചു പോയി. രക്ഷപ്പെടാൻ എന്ത് മാർഗമാണുള്ളത്? അവസാനം ചിന്തിച്ചിട്ട് പറഞ്ഞു, വ്യഭിചാരം എന്നെ കൊണ്ട് സാധ്യമല്ല, കൊല നടത്താനും എന്നെ കൊണ്ട് കഴിയില്ല, നീ വേണമെങ്കിൽ അല്പം മദ്യം തന്നോ, ഞാൻ കുടിച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണതാ ഈ മഹാനിക്ക് ഒരു കോപ്പ മദ്യം ഒഴിച്ചു കൊടുത്തു. ആ മഹാൻ അതിൽ നിന്ന് അല്പം കുടിച്ചു. അപ്പോൾ അതാ വല്ലാത്ത വീര്യമുള്ള മദ്യമാണ്. ആ മഹാന്റെ മനസ്സ് മാറുന്നു, ബുദ്ധി നീങ്ങുന്നു, വീണ്ടും ഒഴിക്കാൻ പറയുന്നു, പിന്നെയും കുടിക്കുന്നു. അങ്ങനെ മസ്തായി അതാ മദ്യലഹരിയിലെങ്ങായപ്പോൾ ആ അവിടുത്തുള്ള കുട്ടിയെ അവിടുന്ന് വാളെടുത്ത് കൊന്നുകളഞ്ഞു. ആ പെണ്ണുമായി വ്യഭിചാരം നടത്തുന്നു. 3 തെറ്റും അവിടുന്ന് നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇജ്തനിബൂ ഉമ്മൽ ഖബായിസ്, സർവ തെറ്റിൻ്റെയും ഉമ്മയാണ് മദ്യം, ലഹരി എന്നുള്ളത്. കാരണം ആ മനുഷ്യൻ ഏതെങ്കിലും മറ്റേതെങ്കിലും ഒന്ന് ചെയ്തിരുന്നുവെങ്കിൽ അതൊന്ന് മാത്രമാണ് സംഭവിക്കുക. ഈ മദ്യം കഴിച്ചതുകൊണ്ട് വ്യഭിചാരവും നടത്തി, കൊലയും നടത്തി. മദ്യപിച്ചാൽ പിന്നെ ബുദ്ധി മാറിപ്പോകുന്നു, ബുദ്ധി ഇല്ലാതാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉമ്മയുടെ എല്ലാ തെറ്റിൻ്റെയും ഉമ്മയെ നിങ്ങൾ ഒഴിവാക്കണേ. ലഹരി നിങ്ങൾ തൊട്ടുപോകരുതേ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കണം. വിശിഷ്യ മദ്യം അത് വലിയ എല്ലാ നാശത്തിലേക്കും കൊണ്ടെത്തിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്ക്, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കലാപങ്ങൾ, എന്തുകൊണ്ടാണ് ഈ കലാപങ്ങൾ ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആക്സിഡന്റുകൾ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ആക്സിഡന്റ് നടക്കുന്നതിൽ 100-ൽ 70% മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോഴാണ് ഈ അപകടങ്ങൾ നടക്കുന്നത്. ഈ കള്ള് കുടിച്ച്, കഞ്ചാവ് വലിച്ച്, ഈ മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിൽ നിന്നാണ് നമ്മുടെ രാജ്യത്ത് 70% അപകടങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലകളില്ലേ, ഈ കൊലകൾ നടക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക? ഏത് മനസ്സിനത് കഴിയുന്നത്? ഒരു മനുഷ്യനത് സാധ്യമല്ല. പിന്നെ കൊല നടത്തുന്നവനോ, നടത്തണമെങ്കിൽ അവൻ കഞ്ചാവ് ഉപയോഗിക്കണം, മദ്യം ഉപയോഗിക്കണം. ആ മദ്യലഹരിയിലായാലേ അവനക്ക് കൊല്ലാൻ കഴിയൂ.
നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കൊലകളിൽ 99% കൊല നടക്കുന്നത് മദ്യപിച്ചിട്ടാണ്, ലഹരി ഉപയോഗിച്ചിട്ടാണ്, ഈ കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൊല നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന തർക്കങ്ങളുണ്ടല്ലോ, കലാപങ്ങളുണ്ടല്ലോ, ഈ കലാപങ്ങളിൽ 90% ലഹരി ഉപയോഗിച്ചിട്ടാണ് കലാപങ്ങൾ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ തെറ്റുകളും അപകടങ്ങളും കൊലകളും എല്ലാ ഫിത്നകളും വരുന്നത് ലഹരിയിൽ നിന്നാണ്, മദ്യത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇജ്തനിബൂ ഉമ്മൽ ഖബായിസ്, സർവ്വ തെറ്റിൻ്റെയും ഉമ്മയെ നിങ്ങൾ ഒഴിവാക്കണേ. അവിടെന്ന് പറഞ്ഞ വസിയത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലഅനൽ ഖംറ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു തആല മദ്യത്തെ ശപിച്ചിരിക്കുന്നു, കള്ളിനെ ശപിച്ചിരിക്കുന്നു. വശാരിബഹ, കള്ള് കുടിക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വബായിഹ, കള്ള് വിൽക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ചില ആളുകളുണ്ട് വലിയ ഹോട്ടലുകൾ നടത്തുന്നവരാണ്, പക്ഷേ ആ ഹോട്ടലുകളോ ബാർ അറ്റാച്ച്ഡ് ഉള്ള ഹോട്ടലുകളാണ്, മദ്യപിക്കാൻ സൗകര്യം കൊടുക്കുന്ന ഹോട്ടലുകളാണ്. അത്തരം ഹോട്ടലുകൾ നടത്തുന്ന മുതലാളിമാരോടും പറയുന്നു, വബായിഹ, കള്ള് വിൽക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു, കുടിക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. കള്ള് അതാ കുടിപ്പിക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വസാഖിയഹ, കുടിപ്പിക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വമുസ്തരിയഹ, കള്ള് വാങ്ങുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വഹാമിലഹ, കള്ള് കുടിക്കുന്നില്ല, വിൽക്കുന്നില്ല, സപ്ലൈ ചെയ്യുകയാണ്. അതിനൊക്കെ വാടകയ്ക്ക് എൻ്റെ വണ്ടിയാ ഓടുന്നത്, മദ്യം സപ്ലൈ ചെയ്യാൻ എൻ്റെ വണ്ടിയാ ഓടുന്നത്, അവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആ പണവും ഹറാമിന്റെ പണമാണ്, അത് ഉപയോഗിച്ചുകൂടാ. ഇങ്ങനെ വഹാമിലഹ, കള്ള് സപ്ലൈ ചെയ്യുന്നവനെയും അതുപോലെ തന്നെ വമുഅ്തസിറഹ, കള്ളുണ്ടാക്കുന്ന പാത്രങ്ങളെയും ആ സ്ഥലങ്ങളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വആകില സമനിഹ, കള്ള് വിറ്റിട്ട് അതിൻ്റെ പണം ഉപയോഗിക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അല്ലാഹുവിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന് എന്താ പറ്റിയത്? അല്ലാഹുവിൻ്റെ ശാപമാണ്, ലഅനത്തുല്ലാഹി അലൈഹി. വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലാഹുവിൻ്റെ അമ്പിയാക്കളെ, ആദം നബിയെ ബഹുമാനിക്കാതിരുന്നപ്പോൾ അല്ലാഹു ശപിച്ചു കളഞ്ഞു. അല്ലാഹുവിൻ്റെ ശാപം, ആ ശാപമുണ്ടാകും. മദ്യവുമായി ബന്ധപ്പെടുന്നവർ, കുടിക്കുന്നവർ, കുടിപ്പിക്കുന്നവർ, വിളമ്പുന്നവർ, അത് സപ്ലൈ ചെയ്യുന്നവർ, അതിനുവേണ്ടി സാക്ഷി എഴുതുന്നവർ, അതിൻ്റെ പണിയെടുക്കുന്നവർ, അത് സപ്ലൈ ചെയ്യുന്ന, ഇങ്ങനെ എല്ലാം അതുമായി ബന്ധപ്പെടുന്നവർ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അല്ലാഹുവിൻ്റെ ശാപമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം. അതിൻ്റെ അടുത്തേക്ക് പോലും നമ്മൾ പോകരുത്. ആ ലഹരിയിലേക്ക്, അതിൻ്റെ അടുത്തേക്ക് പോലും പോകരുത്. മനുഷ്യൻ്റെ ബുദ്ധിയെ ഇല്ലാതാക്കുന്നൊരു സാധനമാണ്. മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ അല്ലാഹു കൊടുത്ത വലിയ പ്രത്യേകത മനുഷ്യൻ്റെ ബുദ്ധിയാണ്. ബുദ്ധിയില്ലെങ്കിൽ മനുഷ്യൻ എന്തിനും കൊള്ളൂ? ഒന്നിനും കൊള്ളൂല. ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി, അയാളെ ബുദ്ധി പോയാൽ പിന്നെ അയാൾ ഒരു പ്രധാനമന്ത്രി പോയിട്ട് ഒരു പഞ്ചായത്തിൻ്റെ മെമ്പറാക്കാൻ പറ്റുമോ? പോകട്ടെ, ഒരു കുടുംബനാഥാനാക്കാൻ പറ്റുമോ? അയാളെ ബുദ്ധിയില്ലാത്ത ആളെ പറ്റൂല. ഇങ്ങനെ യവനായാലും, ഒരു മന്ത്രിയായാലും, MLA ആയാലും, MP ആയാലും, യവനായാലും ബുദ്ധി നീങ്ങിയാൽ പിന്നെ ഒന്നിനും പറ്റൂല. ഈ ബുദ്ധിയെ ഇല്ലാതാക്കുന്ന വസ്തുവാണ് ലഹരി എന്നുള്ളത്. ഉമ്മാരാണ്, ഭാര്യയാരാണ്, പെങ്ങളാരാണ്, ഒരു വ്യത്യാസവും ഇല്ലാതാക്കുന്നതാണ് ഈ ലഹരി എന്നുള്ളത്. അതുകൊണ്ട് എന്തിനാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാന ഹഖൻ അലല്ലാഹ്, അല്ലാഹു ഏറ്റെടുത്ത ഒരു കാര്യമുണ്ട്. അയ്യുസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ,
കള്ളു കുടിക്കുന്ന മദ്യവുമായി ബന്ധപ്പെടുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്, ലഹരി ഉപയോഗിക്കുന്നവനിക്ക് അള്ളാഹ് കുടിപ്പിക്കുന്നതാണ് എന്തെന്നറിയുമോ? മിൻ തീനത്തിൽ ഖബാൽ, തീനത്തുൽ ഖബാൽ അള്ളാഹ് കുടിപ്പിക്കുന്നതാണ്. സ്വഹാബത്ത് ചോദിച്ച്, നബിയെ ഒമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അർഖു അഹ്ലിന്നാർ, നരകാവകാശികളുടെ വിയർപ്പാണ്, അവരുടെ ചലമാണ്, അവരുടെ വേസ്റ്റുകളാണ്. അബൂജഹൽ നരകത്തിലല്ലേ? ഖാറൂന് നരകത്തിലല്ലേ? ഫിർഔന് നരകത്തിലല്ലേ? ഇങ്ങനെ നരകാവകാശികളുടെ വിയർപ്പ്, അവരുടെ മൂത്രം, അവരുടെ ചലം, അവരുടെ ശരീരത്തിന് ഒഴുകുന്ന മലിനമായ വെള്ളം, അതാണ് തീനത്തുൽ ഖബാൽ. ആ നരകക്കാരുടെ മൂത്രവും ചലവും ആ മാലിന്യം നിറഞ്ഞ വെള്ളവും മദ്യപിച്ച ലഹരി ഉപയോഗിച്ച മനുഷ്യനിക്ക് കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, അബൂജഹലിന്റെ മൂത്രം കുടിക്കുന്നവരാകണോ? ഫിർഔനിന്റെ വിയർപ്പ് കുടിക്കുന്നവരാകണോ? ഖാറൂനിന്റെ ചലം കുടിക്കുന്നവരാകണോ? ലഹരിയുമായി ബന്ധപ്പെടുന്നവനിക്ക് ഇത് കുടിപ്പിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത്തരം ഫിത്നകളിൽ നിന്ന് മാറി നിന്ന് സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ലത് ചെയ്യുന്നവരാകണം. അല്ലാഹു നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. എല്ലാവരും അടുത്തേക്ക്, എല്ലാ ബാല്യക്കാരും ചെറുപ്പക്കാരും അടുത്തേക്ക് വരിക. ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് നന്നാകണം. ജീവിതത്തിൽ നമുക്ക് ഈമാനോടെ മരിക്കാൻ കഴിയണം. ഈ ജീവിതം നശ്വരമായ ജീവിതമാണ്, ഇത് ശാശ്വതമായ ജീവിതമല്ല. എല്ലാവരും അടുത്തേക്ക് വരിക. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണം. ആ മരിക്കുന്ന സമയത്ത് ഒന്ന് ഈമാനോടുകൂടി മരിക്കാൻ കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. മോമിനീങ്ങളെ, ബനൂ ഇസ്രായേലിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ വലിയ തെമ്മാടിയായ ചെറുപ്പക്കാരനാണ്. ആ തെമ്മാടിത്തരം ചെയ്ത ചെറുപ്പക്കാരൻ സുബ്ഹാനല്ലാഹ് കള്ളും കുടിച്ച് വ്യഭിചരിച്ച് കൊല നടത്തി നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ നാട്ടുകാർക്ക് ഈ ചെറുപ്പക്കാരനെ കൊണ്ട് വലിയ ശല്യമാണ്. അവരെല്ലാം റബ്ബിനോട് ദ്വാരുന്നു, അല്ലാഹ് ഈ മനുഷ്യന്റെ ശല്യത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമെന്ന് ദ്വാരുന്നു. ആ നാട്ടുകാർ ദ്വാ ചെയ്ത് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമെന്ന് ദ്വാരുന്നു. സുബ്ഹാനല്ലാഹ്, ആ ദുആ അല്ലാഹ് സ്വീകരിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ ഇന്ന നാട്ടിലേക്ക് പോകണം. അവിടെ ഇങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരനെ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ അവനെ ഇന്ന നാട്ടിലേക്ക് നാട് കടത്തണമെന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം അവിടെ ചെന്നു. ആ നാട്ടുകാരനെ കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് അല്ലാഹു പറഞ്ഞ വേറെ ഒരു നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ആ നാട്ടിൽ അയാൾ ഇങ്ങനെ ജീവിക്കുകയാണ്. അവിടെയും ഇതേപോലെ തെമ്മാടിത്തരം ചെയ്തുകൊണ്ട് ജീവിച്ചു. അതാ അവിടെയും തെമ്മാടിത്തരം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ആ നാട്ടുകാരും ദ്വാരുന്നു, റബ്ബേ, കള്ളും കുടിച്ച് വ്യഭിചരിച്ച് ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ കൊള്ള നടത്തി ജീവിക്കുന്ന ഈ മനുഷ്യനെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ ശല്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ദുആ ചെയ്തു. അങ്ങനെ അതാ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചിട്ട് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ ആ മനുഷ്യനെ വീണ്ടും അവിടെ നിന്ന് നാട് കടത്തണം, മൂന്നാമത്തെ ഒരു നാട്ടിലേക്ക്. അങ്ങനെ മൂന്നാമത്തെ ഒരു നാട്ടിലേക്ക് ആ മനുഷ്യനെ നാട് കടത്തി. അവിടെയും ഇതേപോലെ തെമ്മാടിത്തരം ചെയ്ത് ജീവിച്ചപ്പോ ആ നാട്ടുകാരും ദുആ ചെയ്തു,
അല്ലാഹു ദുആ സ്വീകരിച്ചു. അപ്പോൾ അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മൂസാ നബിയെ, ആ മനുഷ്യനെ ഇനി നിങ്ങൾ ഒരു ജനങ്ങളുമില്ലാത്ത, ജനവാസമില്ലാത്ത ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി നിങ്ങൾ ആ ചെറുപ്പക്കാരനെ ഇടണം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അവനെ പിടിച്ചു. അതാ ഒരു ജനങ്ങളുമില്ലാത്ത ഒരു വിജനമായ മരുഭൂമിയിൽ കൊണ്ടുപോയി ആ ചെറുപ്പക്കാരനെ ഇട്ടു. സുബ്ഹാനല്ലാഹ്. അവിടെ കൊണ്ടുപോയി ചെറുപ്പക്കാരൻ അങ്ങ് നിർത്തിയപ്പോ ആ ചെറുപ്പക്കാരന്റെ കാലുകൾക്ക് അതാ ക്ഷീണം വന്നു, കൈകൾക്ക് ആഫിയത്ത് കുറഞ്ഞ് നടക്കാൻ കഴിയുന്നില്ല. ആ മരുഭൂമിയിൽ അങ്ങ് കിടന്നു. ആ ചെറുപ്പക്കാരനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. വലിയ തമ്മാടിത്തരം ചെയ്തവനാണ്. 3 പ്രാവശ്യം നാട് കടത്തപ്പെട്ട മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്ത വലിയ തമ്മാടിയാണ്, ധിക്കാരിയാണ്. കള്ളും കുടിച്ച് വ്യഭിചരിച്ച് കൊലയും നടത്തി നടക്കുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ ആ മരുഭൂമിയിൽ കടന്ന് അതാ മൂസാ നബി അവിടെ നിന്ന് വന്നു. അയാളവിടെ ഇങ്ങനെ ബേജാറായി. നടക്കാനോ ഇരിക്കാനോ പറ്റുന്നില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ആകെ വിഷമിച്ച് വേദനിച്ചു. പലരും വിളിച്ചു നോക്കി, ആരും കിട്ടുന്നില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന പല തമ്മാടികളുണ്ടായിരുന്നു, അവരാരും വിളിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല, അവരാരും വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഭാഗം നോക്കി, ഒച്ചയിട്ട് വിളിച്ചാരും വരുന്നില്ല. അവസാനം ആ ചെറുപ്പക്കാരനതാ സുബ്ഹാനല്ലാഹ് ആരും സഹായത്തിനെത്താതിരുന്നപ്പോ ചെറുപ്പക്കാരൻ മനസ്സങ്ങ് അല്ലാഹുവിലേക്ക് തിരിച്ച്, റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ഒരൊറ്റ ദുആ അങ്ങ് ദുആ ചെയ്തു. അല്ലാഹ് ലൗ കാന അബീ ഹയ്യൻ ലയർഹമുനി, ലൗ കാന ഉമ്മി ഹയ്യൻ ലതർഹമുനി, ലൗ കാന സൗജതി ഹയ്യൻ ലബഖൗലി, ലൗ കാന ഔലാദി ഹയ്യൻ ലതത്തബിഊനി ഖൽഫ ജനാസതി. എന്നിട്ടതാ ചെറുപ്പക്കാരൻ ദുആ ചെയ്യുകയാണ്, റബ്ബേ, എൻ്റെ ബാപ്പയുണ്ടായിരുന്നുവെങ്കിൽ എന്നോട് കാരുണ്യം കാണിക്കുമായിരുന്നു. ഞാൻ എത്ര വലിയ തെമ്മാടിയായാലും ബാപ്പയ്ക്ക് ഞാൻ മകനല്ലേ, എന്നോട് എൻ്റെ ബാപ്പ കാരുണ്യം കാണിക്കുമായിരുന്നു. എൻ്റെ ഉമ്മയുണ്ടായിരുന്നുവെങ്കിൽ ആ ഉമ്മ എന്നോട് കാരുണ്യം കാണിക്കുമായിരുന്നു. എൻ്റെ ഭാര്യയുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സമീപത്തിരുന്ന് എൻ്റെ വേദനയിൽ കരയുമായിരുന്നു. എൻ്റെ മക്കളുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ മയ്യത്തിൻ്റെ പിന്നാലെ കരഞ്ഞും കൊണ്ട് മക്കൾ വരുമായിരുന്നു. റബ്ബേ, എനിക്കിവിടെ ആരുമില്ല, എൻ്റെ ബാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല. റബ്ബേ, എനിക്കുള്ളത് ഒരേ ഒരാളാണ്, നീയല്ലാതെ, രാജാവായ റബ്ബല്ലാതെ എൻ്റെ വിളി കേൾക്കാൻ ആരുമില്ല. അല്ലാഹ്, അതുകൊണ്ട് ഇർഹംനി, ഈ പാപിയോട് കരുണ കാണിക്കണം അല്ലാഹ് എന്നൊരൊറ്റ ദുആ അങ്ങ് നടത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ് ധാരാളം മലക്കുകൾ ഇറങ്ങി വന്നു. ബാപ്പൻ്റെ കോലത്തിലുള്ള മലക്കുകളാണ്, ഉമ്മയുടെ കോലത്തിലുള്ള മലക്കുകൾ വന്നു. അതാ ഭാര്യയുടെ രൂപത്തിലും മലക്ക് വന്നു, മക്കളുടെ രൂപത്തിലും മലക്ക് വന്നു. ഈ മനുഷ്യൻ്റെ സമീപത്തിരുന്നു കൊണ്ട് അതാ ബാപ്പ കരയുന്നു, ഉമ്മ കരയുന്നു. ഇതൊക്കെ മലക്കുകൾ അവരെ രൂപത്തിലായി വന്നതാണ്. ഭാര്യ കരയുന്നു, മക്കൾ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നങ്ങ് മരണം സംഭവിച്ചു പോയി. ഉടനെ അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു. ഓ മൂസാ നബിയേ, എൻ്റെ ഒരു അടിമ, എൻ്റെ പ്രിയപ്പെട്ട ഒരു അടിമ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരടിമ ഇന്ന സ്ഥലത്ത് മരിച്ചു കിടക്കുന്നുണ്ട്, മറവ് ചെയ്യണേ മൂസാ നബിയേ.
മൂസാ നബി അലൈഹിസ്സലാം ചെന്നു നോക്കുമ്പോ ആരാണ്? സുബ്ഹാനല്ലാഹ്, 3 പ്രാവശ്യം തെമ്മാടിത്തരം കൊണ്ട് നാട് കടത്തപ്പെട്ട ചെറുപ്പക്കാരനാണ്. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്തു, റബ്ബേ, ഈ മനുഷ്യനെ 3 പ്രാവശ്യം തെമ്മാടിത്തരം കൊണ്ട് നാട് കടത്തിയതാണ്. ഇപ്പോൾ നീ പറഞ്ഞതോ എൻ്റെ ഇഷ്ടപ്പെട്ട അടിമയാണെന്നാണ്. റബ്ബേ, എന്താണ് ഇതിൻ്റെ രഹസ്യം? എനിക്കൊന്ന് പറഞ്ഞു തരണേ അല്ലാ. അല്ലാഹു പറയുന്നു, മൂസാ നബിയേ, എൻ്റെ ഈ അടിമ എന്നോട് ചെയ്ത തൗബയുണ്ടല്ലോ, അത് വല്ലാത്ത തൗബയായി പോയി. മനസ്സ് പൊട്ടിയിട്ട് എന്നോട് നടത്തിയ ദുആ, ബാപ്പയുണ്ടായിരുന്നുവെങ്കിൽ കാരുണ്യം ചെയ്യുമായിരുന്നു, ഉമ്മയുണ്ടായിരുന്നുവെങ്കിൽ എന്നോട് കൃപ കാണിക്കുമായിരുന്നു, ഭാര്യയും മക്കളും ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കാരുമില്ല. അർഹമുറാഹിമായ നീ മാത്രമാണ്, അതുകൊണ്ട് എനിക്ക് കരുണ കാണിക്കണം എന്നോട് ചോദിക്കുമ്പോ, മൂസാ നബിയെ, ലൗല അർഹമു, ഞാനങ്ങനെ കാരുണ്യം ചെയ്യാതിരിക്കും. വഅന അർഹമുറാഹിമീൻ, ഞാൻ അർഹമുറാഹിമായ റബ്ബല്ലേ. എന്നോട് എൻ്റെ ഒരടിമ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോ ഞാൻ എങ്ങനെയാണ് പുറത്തു കൊടുക്കാതിരിക്കുക മൂസാ നബിയെ? അതുകൊണ്ട് ഞാൻ എൻ്റെ അടിമക്കങ്ങ് പുറത്തു കൊടുത്തു, ഞാൻ എൻ്റെ അടിമക്ക് മാപ്പ് ചെയ്തു. ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ? അല്ലാഹു വിളിക്കുന്നു. ഖുൽ നബിയേ, തങ്ങൾ പറയൂ, യാ ഇബാദി, എൻ്റെ അടിമകളെ. ഔലിയാക്കളെ വിളിച്ചതല്ല. അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റുകൾ ചെയ്തു പോയ, വേണ്ടാത്തരം ചെയ്തു പോയ എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തവരായാലും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് മടങ്ങിക്കോ യുവാക്കളെ, എന്നിലേക്ക് മടങ്ങിക്കോ എൻ്റെ അടിമകളെ എന്ന് അല്ലാഹു വിളിക്കുന്നുണ്ട്. ചെറുപ്പക്കാരെ, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അല്ലാഹുവിനൊന്ന് മനസ്സ് തിരിച്ച്, മനസ്സ് പൊട്ടിയിട്ടൊന്ന് ദുആ ചെയ്തോ. കണ്ണ് നിന്ന് വെള്ളം വരട്ടെ, റബ്ബിനെ ഓർത്തുകൊണ്ട് കരഞ്ഞങ്ങ് ദുആ ചെയ്തു. അല്ലാഹു പുറത്തു തരും. പുറത്തു തരാത്തൊരു തെറ്റുമില്ല. ആ റബ്ബിലേക്ക് മടങ്ങിയിട്ട് മാപ്പ് ചെയ്ത് ജീവിതത്തിൽ ഒരിറ്റ നിസ്കാരവും ഖലാക്കില്ലെന്ന തീരുമാനമെടുക്കണം. ഒരു വ്യഭിചാര പ്രവർത്തനത്തിലും ഒരു മിസ് കോളും ഒരു മെസ്സേജും ചാറ്റിങ്ങും ചെയ്യില്ലെന്ന ദൃഢനിശ്ചയം നമുക്ക് വേണം. അതിന് പകരം അല്ലാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കണം, മുത്തു നബിയെ നല്ലോണം പ്രിയം വെക്കണം. അതുപോലെ തന്നെ ഒരു കള്ളോ ലഹരിയോ മദ്യമോ കഞ്ചാവോ ഒന്നുമായും ബന്ധപ്പെടില്ലെന്ന ഉറച്ച തീരുമാനം വേണം. നമ്മുടെ മാതാപിതാക്കൾ, ഉമ്മ ബാപ്പ, നമ്മുടെ പെങ്ങന്മാര്, അനുജന്മാര്, ജ്യേഷ്ഠന്മാര്, നാട്ടുകാർക്ക് പരമാവധി നല്ലത് ചെയ്ത് ജീവിക്കണം. അയൽവാസികളോട് നല്ലത് ചെയ്ത് ജീവിക്കണം. ആലിമീങ്ങളെ പിൻപറ്റി സുന്നത്ത് ജമാഅത്തിലായി ജീവിക്കണം. നാടിനും സമൂഹത്തിനും നല്ലത് ചെയ്തുകൊണ്ട് എല്ലാവരോടും പുഞ്ചിരിയോടെ നമ്മൾ നല്ല സ്വഭാവം പുലർത്തി ജീവിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം